بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? കഴിഞ്ഞ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു അൻതറത്ത് ബിൻ ഷദ്ദാദ്. അദ്ദേഹം വലിയ ധീരനായിരുന്നു. നല്ല ധൈര്യം, നല്ല കുതിരസവാരിക്കാരനായിരുന്നു. അബുൽ ഫവാരിസ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. കുതിരസവാരിക്കാരുടെ ബാപ്പ എന്ന്. അദ്ദേഹത്തിൻ്റെ ധീരതയും ശൂരതയും അദ്ദേഹത്തിൻ്റെ സ്ഥൈര്യവും ആളുകളെ മലർത്തിയടിക്കാനും തോൽപ്പിക്കാനൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പാഠവുമൊക്കെ ചരിത്രത്തിൽ ഉല്ലംഘിതമാണ്. ജാഹിലിയ കാലത്താണ്. അദ്ദേഹത്തോട് ആരോ വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഈ ധീരതയുടെ രഹസ്യം? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ധീരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു? ആളുകളെയൊക്കെ മലർത്തിയടിക്കാനും പരാജയപ്പെടുത്താനൊക്കെ എങ്ങനെ കഴിയുന്നു? ഇത് ചോദിച്ചപ്പോൾ അൻതറത്ത് ബിൻ ഷദ്ദാദ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വിരലുകൾ നിങ്ങളുടെ വായിൽ വെക്കാം, നിങ്ങളുടെ വിരലുകൾ എൻ്റെ വായിലും വെക്കണം, എന്നിട്ട് രണ്ടുപേരും ശക്തമായി അങ്ങ് കടിക്കണം. എൻ്റെ വിരൽ നിങ്ങളും നിങ്ങളുടെ വിരൽ ഞാനും കടിക്കും. എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. സമ്മതിച്ചു അയാൾ. അങ്ങനെ അയാളുടെ വിരൽ അൻതറത്ത് ബിൻ ഷദ്ദാദിൻ്റെ വായിലും അൻതറ അയാളുടെ വിരൽ ഈ വന്ന ആളുടെ വായിലും വെച്ചു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം കടിക്കാൻ പറഞ്ഞു. രണ്ടുപേരും ശക്തമായി കടി തുടങ്ങി. അൻതറത്ത് ബിൻ ഷദ്ദാദിന് ഒരു കൂസലുമില്ല. ഒപ്പമുള്ള ആൾ കൈ ഉടനെ വലിക്കാൻ തുടങ്ങി. അയാൾ കരയാൻ തുടങ്ങി. എങ്ങനെയുണ്ടാകും? നമ്മൾ ഒരാളുടെ വായിൽ കൈ വെച്ച് അയാൾ നന്നായി കടിച്ചാൽ എങ്ങനെയുണ്ടാവും നമ്മുടെ കൈ? നമ്മൾ ആ കൈ വലിക്കൂലേ? നമുക്ക് വേദന കൊണ്ട് പൊളയൂലേ? അയാൾ വേഗം കൈ വലിച്ചു. അൻതറത്ത് ബിൻ ഷദ്ദാദ് അനങ്ങുന്നില്ല. അദ്ദേഹം കൈ വെച്ചു കൊടുക്കുകയാണ്, സഹിക്കാൻ. എന്നിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെയാണ്, ബിഹാദ ഗലബ്തുൽ അബ്താല ബിസ്സബ്രി വൽ ഇഹ്തിമാലി. ഇങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നത്. ഇതാണ് എൻ്റെ ധീരതയുടെ രഹസ്യം. എന്താണ്? ഒന്നുമില്ല, സഹിക്കന്നെ. നിങ്ങൾ എൻ്റെ കൈ കടിച്ച് മുറിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ സഹിച്ചു നിന്നല്ലോ. സഹിക്കന്നെയാണ്, ക്ഷമിക്കന്നെയാണ്. ഇതാണ് എൻ്റെ ധീരതയുടെ രഹസ്യം എന്ന് അൻതറത്ത് ബിൻ ഷദ്ദാദ് പറയുന്നുണ്ട്. അതാണ് എല്ലാ ധീരതയുടെയും വിജയത്തിൻ്റെയും ഒക്കെ രഹസ്യം ശക്തമായ ക്ഷമയാണ്. പ്രയാസമുണ്ടാകും. വായിൽ വിരലിട്ടാൽ കടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദന പോലെയുള്ള വിഷമമുണ്ടാകും. അപ്പോഴും ഇറുക്കി പിടിച്ച് ക്ഷമിച്ച് സഹിച്ച് കഴിയുക. എന്നാൽ നമുക്ക് എല്ലാം കീഴടക്കാം. അലാ ബിസ്സബ്രി തബ്ലുഗു മാ തുരീദു വബിത്തഖ്വാ യലീനു ലകൽ ഹദീദു. ക്ഷമ കൊണ്ട് നിനക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. തഖ്വ കൊണ്ട് ഏത് ഇരുമ്പ് ദണ്ടും നിന്റെ മുമ്പിൽ അലിഞ്ഞില്ലാതെയാകും. തഖ്വയും ക്ഷമയും. ക്ഷമ വലിയ ഒരു വിഷയമാണ്. ക്ഷമിക്കുക, ക്ഷമ കൈക്കൊള്ളുക എന്നത് വലിയ വിശാലമായ ഒരു വിഷയമാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം അസ്സബ്റു, ക്ഷമ. നല്ല സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നന്നായി ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത്. നമുക്കൊക്കെ എത്ര പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, അതൊക്കെ കടിച്ച് ക്ഷമിച്ച്
ഒന്നും അറിയാത്തവനെ പോലെ പ്രസാദാത്മകമായ മുഖഭാവത്തോടുകൂടി നിലകൊള്ളുക ശ്രമകരമായ കാര്യമാണ്. നമ്മളിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടാകും, പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ടാകും, അല്ലേ? എന്തൊരു ക്ഷമയാണ്. ഞാനിപ്പോൾ വരുന്നത് ഒരു മരണ വീട്ടിൽ കൂടിയിട്ടാണ്. പെട്ടെന്നൊരു 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു പോയതാണ്. എന്തുമാത്രം ദുഃഖത്തിലായിരിക്കും അവർ. വലിയ ബിസിനസ്സിൻ്റെയും വലിയ സമ്പന്നതയുടെയും ഉടമസ്ഥനാണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് അയാൾ ഒരു രോഗം വന്നു, 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു, പെട്ടെന്ന് മരിച്ചുപോയി. ആ കുടുംബത്തിൻ്റെ വേദന എത്രമാത്രമായിരിക്കും. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അങ്ങ് പിരിഞ്ഞു പോയാൽ നമ്മൾ എത്രമേൽ വേദനിക്കും. വിശ്വാസി, അവന് വേദനയുണ്ടാകും, സങ്കടം ഉണ്ടാകും, പക്ഷേ അവൻ ക്ഷമ കൈക്കൊള്ളുന്നവനാണ്, അവൻ ക്ഷമിക്കുന്നവനാണ്. മഹാനായ അല്ലാമ അബുൽ ഹസനുൽ അദ്നി അൽ മദാഇനി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ഗ്രാമത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്. ആ പെണ്ണിനെ ശ്രദ്ധിച്ചപ്പോൾ അവൾ വല്ലാത്ത സന്തോഷത്തിലാണ്. അവളിങ്ങനെ ചിരിക്കുന്നുണ്ട്, വളരെ സുസ്മേര വദനമായി നിലകൊള്ളുന്നുണ്ട്, വല്ലാത്ത ചിരിച്ച പ്രസന്നമായ മുഖം. പലപ്പോഴും ശ്രദ്ധിച്ചു, ആ പെണ്ണിൻ്റെ മുഖത്തു നിന്നും സന്തോഷമായുന്നേയില്ല. അപ്പോൾ അല്ലാമ അബുൽ ഹസനുൽ മദാഇനി റഹിമഹുല്ല ആ പെണ്ണിനോട് ചോദിച്ചു, നിങ്ങൾക്ക് വലിയ സന്തോഷമാണല്ലേ, എന്താണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കഴിയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ദുഃഖമൊന്നുമില്ലേ? ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു, എൻ്റെ ഈ ചിരിയുടെ പുറകിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ആ പെണ്ണ് അവളുടെ സങ്കട കണ്ണുനീരിൻ്റെ കഥ പറയുകയാണ്. എനിക്കൊരു ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നു. ഒരു പെരുന്നാളിൻ്റെ അന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഭർത്താവ് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി, വലിയ പെരുന്നാളാണ്, ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് അതിനെ അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആടിനെ അറുത്തത് കണ്ട കുട്ടികൾ 2 പേരും കത്തിയെടുത്തിട്ട് മൂത്തവൻ ചെറിയവനോട് പറഞ്ഞു, ബാപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. എന്ന് അനിയൻ പറഞ്ഞു. അനിയൻ മലർന്നു കടന്നു. അനിയൻ്റെ കഴുത്തിൽ കത്തി വെച്ച് അറുത്ത് മൂത്ത മകൻ അനിയനെ കൊന്നുകളഞ്ഞു. എമ്മാതിരി വിഷമമുണ്ടാവും. മൂത്ത മകൻ അനുജനെ കത്തി വെച്ച് കഴുത്തറുത്ത് കൊല്ലാണ്. അറുത്ത് കടന്ന് രക്തത്തിൽ കിടക്കുന്ന അനുജനെ കണ്ട് പേടിച്ചിട്ട് മൂത്തവൻ ഓടുകയാണ്. അവൻ ഓടി മലയുടെ മുകളിൽ കയറി. മലയുടെ മുകളിലെത്തി അവനവിടെ കഴിഞ്ഞപ്പോൾ ഏതോ ചെന്നായ വന്നിട്ട് എൻ്റെ മൂത്ത മകനെയും കടിച്ചു തിന്ന് അവനെയും കൊന്നുകളഞ്ഞു. അങ്ങനെ എൻ്റെ ചെറിയ മകനും എനിക്ക് നഷ്ടമായി, എൻ്റെ മൂത്ത മകനും എനിക്ക് നഷ്ടമായി. മൂത്ത മകനെ അന്വേഷിച്ച് ബാപ്പ മലമുകളിൽ കയറി കുറേ അന്വേഷിച്ച് നടന്നു. അവസാനം വാപ്പ വഴിതെറ്റി എവിടെയോ അലഞ്ഞുതിരിഞ്ഞ് ദാഹിച്ച് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുട്ടികളുടെ ബാപ്പയും എൻ്റെ ഭർത്താവും മരിച്ചുപോയി. അങ്ങനെ എൻ്റെ 2 മക്കളും എൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ടു പോയ ഒരു അനാഥയായ വിധവയായ പെണ്ണാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ മഹാനായ അബുൽ ഹസനുൽ മദാഇനി റഹിമഹുല്ലയുടെ മനസ്സ് വല്ലാത്ത വിഷമം കൊണ്ട് നിറഞ്ഞുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ ദുരന്തങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ വരിക. ഒരു മകൻ മരിക്കുക, തൊട്ടുടനെ മറ്റു മകനും മരിക്കുക, തൊട്ടുടനെ ഭർത്താവ് മരിക്കുക, ഒറ്റപ്പെട്ടു പോവുക. എന്തൊരു ദുഃഖമാണ്. മഹാനായ അല്ലാമ അബുൽ ഹസൻ റഹിമഹുല്ല ഈ പെണ്ണിനോട് ചോദിക്കുകയാണ്, പെണ്ണെ, ഇതൊക്കെ നീ എങ്ങനെ സഹിക്കുന്നു? ഇതൊക്കെ സഹിച്ചിട്ട് മുഖത്ത് പുഞ്ചിരി നിറച്ച് ആളുകളെ അഭിമുഖീകരിക്കുന്ന നിന്റെ രഹസ്യം എന്താണ്? അവൾ പറഞ്ഞു, അതൊക്കെ എൻ്റെ മുറിവുകളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ ദുഃഖങ്ങളും ഓരോ മുറിവുകളായിരുന്നു. ആ മുറിവുകളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണങ്ങി. മുറിവുകളൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ ഞാൻ ആ ദുഃഖങ്ങളെയൊക്കെ മറന്നു, എല്ലാം ക്ഷമിച്ചു. ഞാനിപ്പോഴും സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുകയാണ്. അതാണ്, ദുഃഖങ്ങളൊക്കെ താൽക്കാലികമായ മുറിവുകളാണെന്നും ആ മുറിവുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെയാകുമെന്നും എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ക്ഷമിച്ച് സഹിച്ച് കഴിയണമെന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ്. 1-ാമത്തെ ഹദീസ് നോക്കൂ. കാര്യങ്ങളും കഥകളൊക്കെ പറയാൻ വലിയ സുഖമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രയാസം നമ്മൾ അറിയുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നോക്കൂ. അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാൽ. നോക്കൂ എല്ലാവരും നോക്കൂ, ബോർഡിൽ നോക്കൂ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലംറഅത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നു. അതാ എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം. അലംറഅത്തിൻ, ഒരു പെണ്ണിൻ്റെ അടുത്ത്. അതാ അല തബ്കി, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല സബിയൻ ലഹ, അവളുടെ ഒരു കുട്ടിയുടെ മേൽ. എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ, ആ ഉമ്മയുടെ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ച് ആ കുഞ്ഞിനെ മറമാടി ആ ഖബറിൻ്റെ അരികിലിരുന്നിട്ടാണ് ഈ ഉമ്മ കരയുന്നത്. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ പേരിൽ കരയുന്ന ഒരു ഉമ്മ. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ചെറുപ്പത്തിലൊക്കെ കുഞ്ഞുമക്കൾ മരിച്ചുപോയി. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ഉമ്മമാർ, ബാപ്പമാർ അല്ലേ, സങ്കടത്തോടുകൂടി കുഞ്ഞുമക്കളൊക്കെ മരിച്ചു പോകുന്നത് കാണുമ്പോൾ പടച്ചവനെ എന്തൊരു ദുഃഖമായിരിക്കും, കരയുകയാണ്, സ്വാഭാവികമാണ്. ഇത് കണ്ടപ്പോൾ ഫഖാല ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാനോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി. ഉമ്മ, ഇത്തഖില്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വസ്ബിരി, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം. ഈ ഉമ്മ ഇങ്ങനെ കരയാൻ, നിലവിളിച്ച് കരയാൻ. അപ്പോൾ റസൂലുള്ളാഹി ഉപദേശിക്കുകയാണ്, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുകയും നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യണം. ഫഖാലത്ത്, അപ്പോൾ ഈ ഉമ്മ തിരിച്ചു പറയാൻ, വമാ തുബാലി അൻത ബി മുസീബത്തി, എനിക്ക് വന്ന മുസീബത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ, നിങ്ങൾക്കതിൻ്റെ വേദന അറിയില്ല. അപ്പോൾ ഈ പെണ്ണിനെ അറിയില്ല ഇത് റസൂലുള്ളാഹിയാണെന്ന്, നബിയാണെന്നൊന്നും ഈ പെണ്ണിനെ അറിയുമായിരുന്നില്ല. ഒരാൾ വന്ന് ഉപദേശിച്ചു എന്നാണ് വിചാരിച്ചത്. വമാ തുബാലി, നിങ്ങളെ ബാധിച്ചിട്ടില്ല, അൻത ബി മുസീബത്തി, എൻ്റെ മുസീബത്ത്, എനിക്ക് വന്ന ഈ വിപത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് അല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചു പോയാൽ, നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ ആളുകൾ വന്ന് നമ്മെ ആശ്വസിപ്പിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങനെ പറയാൻ പാടോ? ഫഖീല ലഹ, ഈ പെണ്ണിനോട് പറയപ്പെട്ടു, ഹാദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നീ ആരോടാണ് തിരിച്ചു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് അവളോട് പറയപ്പെട്ടു. അപ്പോൾ ഫഅതതുഹു, അവൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക്. നബിയോടാണോ ഞാനത് പറഞ്ഞത്? ഫലം തജിദ്, അവൾ എത്തിച്ചില്ല, അലാ ബാബിഹി, റസൂലുള്ളാഹിന്റെ വീട്ടുവാതിൽക്കൽ, ബവ്വാബീന, പാറാവുകാരെ, ബവ്വാബീന, പാറാവുകാർ. ഫഖാലത്ത്, അങ്ങനെ അവൾ നേരിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ലം അഅരിഫുക, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, എനിക്കറിയുമായിരുന്നില്ല നിങ്ങളായിരുന്നു എന്നോടത് പറഞ്ഞത് എന്ന് അല്ലേ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ. സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്ഷമാപണം നടത്തുകയാണ്, ക്ഷമാപണത്തിൻ്റെ സമയം കഴിഞ്ഞു. ഇന്നമസ്സബ്റു, നിശ്ചയമായും ക്ഷമ, അത് ഇൻദ സ്വദ്മത്തിൽ ഊല, അത് ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. ഇൻദ സ്വദ്മത്ത്, സ്വദ്മത്ത് എന്ന് പറഞ്ഞാൽ ഘട്ടം, അൽ ഊല, ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത്. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ക്ഷമിക്കുക, അതല്ല. മരിച്ചു എന്ന വാർത്ത അറിയുമ്പോൾ ക്ഷമിക്കുക. നമുക്കൊരു മുസീബത്ത് വന്നു എന്ന് അറിയുന്ന ആ ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടത്തിൽ ക്ഷമിക്കണം. അല്ലാതെ ഒക്കെ കഴിഞ്ഞ് ഒക്കെ മറന്ന് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് കാര്യമില്ല. ഇന്നമസ്സബ്റു, നിശ്ചയമായും ക്ഷമ, ഇൻദ സ്വദ്മത്തിൽ ഊല, അത് ഒന്നാമത്തെ, അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലാണ് വേണ്ടത്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഏത് പ്രതിസന്ധിയുടെ ആദ്യഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഉടനെ ക്ഷമിക്കാനുള്ള കരുത്താർജിക്കണം. അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുറേ കഴിഞ്ഞ് വിഷമമൊക്കെ കഴിഞ്ഞ് മരിച്ച വാർത്തയും 7ഉം 40ഉം അടിയന്തരവും ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് ഒക്കെ മറന്നതിന് ശേഷം ഞാനിപ്പോൾ ക്ഷമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദുഃഖം ഉണ്ടാകും, വിഷമം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, മുസീബത്തുകൾ ഓരോന്നോരോന്ന് അടിക്കടിയായി വന്നു തീരും. ആ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ക്ഷമ കൈക്കൊള്ളുക, അതാണ് വിജയത്തിൻ്റെ രഹസ്യം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ
ഒരുപാട് വിദ്യാർത്ഥികൾ, നിങ്ങളുടെ ഉമ്മമാർ മരിച്ചവരുണ്ടാകും, ഉപ്പമാർ മരിച്ചവരുണ്ടാകും, സുഹൃത്തുക്കൾ, സഹോദരന്മാർ ഒക്കെ മരിച്ചവരുണ്ടാകാം. ഒക്കെ അള്ളാഹുവിൻ്റെ വിധിയാണ്. ഒക്കെ ക്ഷമിക്കുക. അള്ളാഹു മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. നോക്കൂ, ഒരു ഹദീസ് നോക്കൂ. വഅൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാൽ, മഹാനവറുകൾ പറഞ്ഞു, ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. നിങ്ങളെന്താ സലാത്തല്ലാത്ത? സലാത്ത് ചൊല്ല്. നബിതങ്ങളുടെ പേര് കേട്ടാൽ ഉടനെ സലാത്ത് ചൊല്ലൂ. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ അള്ളാഹു 10 സലാത്ത് ചൊല്ലുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഖൂൽ പറയുകയാണ്, ഖാല അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞു. അസ്സ വജല്ല, എന്താണ് ഈ അസ്സ വജല്ല എന്ന് പറഞ്ഞാൽ? അസ്സ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അസ്സ യഇസ്സു, അസീസ്, ഇസ്സത്ത്, പ്രതാപിയായി എന്നർത്ഥം. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അസ്സ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രതാപിയായി, വജല്ല അള്ളാഹു ഉന്നതനായി എന്നർത്ഥം. എന്താണ് അള്ളാഹു പറഞ്ഞത്? അള്ളാഹുവിൻ്റെ വാക്ക് നിബിധങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഇദബ്തലൈതു അബ്ദി, ഞാൻ എൻ്റെ അടിമയെ പരീക്ഷിച്ചാൽ. ഇബ്തല എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു എന്നർത്ഥം. ഇബ്തലൈതു, ഞാൻ പരീക്ഷിച്ചാൽ, അബ്ദി എൻ്റെ അടിമയെ, ബിഹബീബതൈഹി, അവൻ്റെ 2 പ്രിയങ്കരമായ വസ്തുക്കൾ കൊണ്ട്. ഹബീബത്ത് എന്നാണ്. ഹബീബത്ത് എന്ന് പറഞ്ഞാൽ പ്രിയങ്കരമായത് എന്നർത്ഥം. എന്താണ് നമ്മുടെ ശരീരത്തിലെ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ അവയവം ഏതാണ്? നമ്മുടെ ശരീരത്തിൽ കണ്ണാണ്, അല്ലേ? അല്ലേ? കാതോ? കയ്യോ? കണ്ണാണ്, അല്ലേ? നമ്മുടെ കണ്ണ് വളരെ പ്രധാനപ്പെട്ട, ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഏറ്റവും പ്രാധാന്യം നമ്മുടെ 2 കണ്ണുകൾക്കാണ്, അല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശം. ബിഹബീബതൈഹി, അതാണ് ഞാൻ എൻ്റെ അടിമയെ 2 കണ്ണുകൾ കൊണ്ട് പരീക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ 2 കണ്ണിൻ്റെ കാഴ്ച ശക്തിയും എടുത്തു കളഞ്ഞാൽ എന്നർത്ഥം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, അല്ലേ, നമ്മുടെ കൂട്ടത്തിൽ കണ്ണ് കാണാത്തവർ. അള്ളാഹു അവർക്കൊക്കെ ഉള്ളിൽ നല്ല വെളിച്ചം കൊടുക്കട്ടെ. കണ്ണു കാണാത്ത എത്രയോ ആളുകൾ. സുമ്മ സബറ, പിന്നെ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ, അവ്വൽതുഹു, ഞാൻ അവന് പകരം നൽകും. അവ്വല യുഅവ്വിലു, അവ്വൽതുഹു, ഞാൻ അവന് പകരം നൽകിയിരിക്കുന്നു. മിൻഹുമ, ആ 2 കണ്ണുകൾക്ക് പകരം, അൽ ജന്നത, സ്വർഗം. കണ്ണില്ലാതെ അള്ളാഹു എത്രയോ ആളുകളെ സൃഷ്ടിച്ചു. കണ്ണ് കൊടുത്തിട്ടും അള്ളാഹു കണ്ണെടുത്തു കളഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കുറേ കാലം പഠിച്ച് ഒരു ബിരുദമൊക്കെ എടുത്ത് അവസാന വർഷമാകുമ്പോഴേക്കും പതുക്കെ 2 കണ്ണിൻ്റെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു പോയി. കണ്ണ് കാണാത്ത ആളായി മാറി. എന്തൊരു വിഷമം ഉണ്ടാവില്ലേ? എന്തൊരു പരീക്ഷണമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. കണ്ണില്ലെങ്കിൽ, കണ്ണില്ലാത്തവരെ കാണുമ്പോൾ നമുക്കറിയില്ല. കണ്ണില്ലാതെയായാലാണ് കണ്ണിൻ്റെ വിലയറിയുക. അള്ളാഹു നമ്മുടെ കണ്ണുകൾക്കൊക്കെ വെളിച്ചം പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ആർക്കെങ്കിലും അള്ളാഹു കണ്ണുകൊണ്ട് പരീക്ഷിച്ചാൽ, എന്ന് പറഞ്ഞാൽ കണ്ണ് കൊടുക്കാതെ പരീക്ഷിച്ചാൽ അവർക്ക്, എന്നിട്ട് ക്ഷമിക്കുകയും ചെയ്താൽ, ക്ഷമിക്കണം, അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമെന്നാണ്. യുരീദു ഐനൈഹി, ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് യുരീദു ഐനൈഹി, ഹബീബത്തൈഹി എന്നതിൻ്റെ അർത്ഥം കൊടുത്താണ് ഐനൈഹി. കണ്ണുകളാണ് ഉദ്ദേശം, അല്ലേ? കണ്ണുകൾ, കണ്ണുകൾക്ക് പകരം സ്വർഗം. ഓ, ദുനിയാവെന്ന ഈ സ്വർഗം കാണാനുള്ള ഭാഗ്യം കൊടുക്കാത്തവർക്ക് അള്ളാഹു നിശ്ചയമായും അവൻ്റെ സ്വർഗം സമ്മാനിക്കുകയാണ്. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ മഹാനായ ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഖതാദ റളിയല്ലാഹുവിൻ്റെ കണ്ണിലേക്ക് അമ്പ് കൊണ്ടു. കണ്ണ് താഴെ വീണു. രക്തത്തിൽ കുളിച്ച കണ്ണ് കയ്യിലെന്തിയിട്ട് ഓടി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക്. നബിയെ, എൻ്റെ കണ്ണാണ് എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കണ്ണ് ഇതാ വീണ് കിടക്കുന്നു നബിയെ, അതെനിക്ക് ശരിയാക്കി തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഖതാദ, ഇൻ ശിഅത സബർത വലക്കൽ ജന്ന, ക്ഷമിക്കുകയാണെങ്കിൽ ഖതാദ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. കണ്ണ് പോയിക്കോട്ടെ, കണ്ണ് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ ഖതാദ? എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു പറയാം, നബിയെ, എനിക്ക് സ്വർഗം വേണം, പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല, എനിക്ക്
എൻ്റെ ഭാര്യയോടൊക്കെ വലിയ സ്നേഹമാണ്. എൻ്റെ ഭാര്യ എന്നോട് പിണങ്ങോ അല്ലെങ്കിൽ എന്നെ ഒറ്റക്കണ്ണൻ എന്നൊക്കെ വിളിക്കുമോ, അവളുടെ മുമ്പിൽ എനിക്ക് ഒരു കണ്ണില്ലാത്ത ഭർത്താവായി മാറുമോ എന്ന ഒരു തരം വേദനയും അസ്വസ്ഥതയും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങ് ഈ കണ്ണൊന്ന് ശിഫയാക്കി എൻ്റെ മുഖത്ത് വെച്ചു തരുകയും എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യുകയും ചെയ്യണം നബിയെ എന്ന് മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കണ്ണെടുത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കയ്യിൽ വെച്ച് ഉമിനീര് കലർത്തി ഖത്താദയുടെ മുഖത്ത് വെച്ചുകൊടുത്ത് തടവി കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മുഅ്ജിസത്തിൻ്റെ പവർ കൊണ്ട് ആ കണ്ണ് അവിടെ തന്നെ സ്ഥാപിതമാവുകയും ആരോഗ്യകരമായ കണ്ണായി ആ കണ്ണ് പിന്നെ മാറുകയും പിന്നീട് ഒരിക്കലും ആ കണ്ണിന് അസുഖം ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 2 കണ്ണും നോക്കിയാൽ ഏത് കണ്ണാണ് അന്ന് മുറിവായത് എന്നുപോലും അറിയാത്ത രീതിയിൽ 2 കണ്ണും ഒരുപോലെയായി മാറുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ആദ്യം ചോദിച്ച ചോദ്യം, ഖത്താദക്ക് കണ്ണും കിട്ടി സ്വർഗവും കിട്ടി. നബിതങ്ങൾ മുമ്പിലുള്ളത് കൊണ്ട് എന്തും ചോദിക്കാലോ. സ്വർഗവും വേണം കണ്ണും വേണം, 2ഉം കിട്ടി. നമ്മുടെ മുമ്പിൽ റസൂലുള്ളാഹി ഇല്ല, നമുക്കങ്ങനെ നഷ്ടപ്പെട്ട കണ്ണ് തിരിച്ചു തരാൻ. അങ്ങനെ നഷ്ടപ്പെട്ട കണ്ണുകൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ എന്നിട്ട് ക്ഷമിക്കുകയും ചെയ്താൽ സുമ്മ സബറ, ക്ഷമിക്കുകയും ചെയ്യണം. വെറുതെ അങ്ങ് നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിച്ച് പഴിച്ച് അള്ളാഹിനെ കുറ്റപ്പെടുത്തി വിധിയെ പഴിച്ച് കഴിഞ്ഞുകൂടലല്ല, ക്ഷമിക്കുകയും ചെയ്താൽ അള്ളാഹു സ്വർഗം അവൽതുഹു എന്നാണ്, ഞാൻ പകരം നൽകും എന്നാണ്. അള്ളാഹു നമുക്ക് കണ്ണ് തന്നു. ഇതിനൊക്കെ അള്ളാഹുവിനോട് നമ്മൾ നന്ദി ചെയ്യണം. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ദുനിയാവിലെ ഈ സ്വർഗലോകം, ഈ കാണുന്ന മനോഹരമായ സസ്യശ്യാമള സുന്ദരമായ സ്വർഗസമാനമായ ഈ ഭൂമി കണ്ടതുപോലെ അള്ളാഹുവേ, നിൻ്റെ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഏത് കൽബിനും ഇന്ന് വരെ ഭാവിച്ചെടുക്കാൻ കഴിയാത്ത, ഒരു കാതും ഇന്നേ വരെ കേൾക്കാത്ത കർണാനന്ദകരവും നയനമനോഹരവും ദൃശ്യസുന്ദരവുമായ സ്വർഗലോകം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ പറയൂ, ആമീൻ പറയൂ, ഉറക്ക ആമീൻ പറയൂ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരെയും കൂട്ടുകാരെയും നിങ്ങളുടെ വീട്ടിലെ അനുജന്മാരെയും ഒക്കെ ഒന്ന് അടുത്തിരുത്തിയിട്ട് കേൾപ്പിച്ചു കൊടുക്കണം. ക്ഷമിക്കാൻ അവരൊക്കെ പഠിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഹദീസിലേക്ക് നമുക്ക് പോകാം. അനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മുഅ്മിനു, ഒരു മുഅ്മിൻ, അല്ലദീ, എങ്ങനെയുള്ള മുഅ്മിനാൻ, യുഖാലിത്തുൻ നാസ, ജനങ്ങളോട് ഇടപഴകുന്നു. ഖാലത്ത യുഖാലിത്തു, ജനങ്ങളോട് ഇടപഴകുന്ന ഒരു മുഅ്മിൻ. വയസ്ബിറു, ക്ഷമിക്കുകയും ചെയ്യുന്നു. അല അദാഹും, ജനങ്ങളുടെ ബുദ്ധിമുട്ട്. ജനങ്ങളോട് ഇടപെട്ടാൽ ജനങ്ങൾ പല ജാതിക്കാരാണ്, പല തരത്തിലാണ്. അന്നാസ് അജ്നാസ് എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ പല കോലത്തിലാണ്. അവരോട് നമ്മളൊന്ന് ഇടപെടാൻ തുടങ്ങിയാൽ അവർ നമ്മെ ബുദ്ധിമുട്ടിക്കും. നമ്മളൊരു പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ആളുകളുടെ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കേണ്ടി വരും. അങ്ങനെ ആളുകളോട് കൂടിക്കലരുകയും അവരുടെ പ്രയാസങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിൻ, അവൻ അഫ്ളലു, അവൻ ഏറ്റവും ശ്രേഷ്ഠവാനാണ്. ആരെക്കാൾ? മിനൽ മുഅ്മിനില്ലദീ, ഒരു മുഅ്മിനിനേക്കാൾ. ആരാണ് അവൻ? ലാ യുഖാലിത്തുൻ നാസ, അവൻ ജനങ്ങളോട് ഇടപഴകുന്നില്ല. വലാ യസ്ബിറു, അവൻ ക്ഷമിക്കുകയും ചെയ്യുന്നില്ല. അല അദാഹും, അവരുടെ ബുദ്ധിമുട്ടുകളെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഒറ്റാന്തടിയായിട്ട് ഇങ്ങനെ സ്വന്തം, ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ കുട്ടികൾ എൻ്റെ തട്ടാനെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് അവനാൻ്റെ കുടുംബത്തെ, അവനാൻ്റെ ജോലി, അവനാൻ്റെ കാര്യം, അവനാൻ്റെ ബിസിനസ്, അവനാൻ്റെ കുടുംബം, അങ്ങനെ അങ്ങ് സ്വാർത്ഥമായി കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്, അല്ലേ? അങ്ങനെയുള്ളൊരു മുഅ്മിനിനേക്കാളും ഏറ്റവും അഫ്ളൽ ആരാണ്? ആളുകളോട് ഇടപഴകുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവരുടെ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിക്കുകയും ചെയ്യുന്ന ആൾ എന്നർത്ഥം. അപ്പോൾ ഒരു പൊതുപ്രവർത്തകന് ഒരുപാട് സഹിക്കേണ്ടി വരും, ഒരു പള്ളിയിലെ ഖത്തീബിന് ഒരുപാട് സഹിക്കേണ്ടി വരും, ഒരു കോളേജിലെ അധ്യാപകന് ഒരുപാട് സഹിക്കേണ്ടി വരും, അല്ലേ? ഒരു സാമൂഹിക പ്രവർത്തകന് ഒരുപാട് സഹിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള മുഅ്മിനാണ് ഏറ്റവും അഫ്ളൽ. കണ്ടോ നിങ്ങൾ? അപ്പോൾ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറായ ആളുകളുമായി ഇടപഴകണം. ഒളിച്ചോടല്ല വേണ്ടത്. ആളുകളുമായി ഇടപഴകി
അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് അവർ ഏൽപ്പിക്കുന്ന പ്രയാസങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ട് പോവുക. അതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ പഠനത്തിൻ്റെ ഇടയിലൊക്കെ ആളുകളുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകി നോക്കൂ. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷേ അതിനൊക്കെ നേരിടുക, അതിനൊക്കെ ക്ഷമിച്ച് മുന്നേറുക. അതാണ് മുഅ്മിൻ. അങ്ങനെയുള്ള മുഅ്മിനാണ് അഫ്ളൽ. ഇനി ഒരു ഹദീസ് കൂടി. വഅൻ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, അജബൻ അജബൻ അത്ഭുതം, ലി അംരിൽ മുഅ്മിൻ മുഅ്മിനിന്റെ കാര്യം അത്ഭുതം, ഇന്ന അംറഹു നിശ്ചയമായും അവന്റെ കാര്യം കുല്ലഹു അത് മുഴുവനും ലഹു അവന് ഖൈറുൻ ഖൈറാൻ. മുഅ്മിനിന്റെ കാര്യം എല്ലാം ഖൈറാൻ, മുഅ്മിനിന് എല്ലാം ഖൈറാൻ. വലൈസ ദാലിക അത് ഉണ്ടാവുകയില്ല ലിഅഹദിൻ ഒരാൾക്കും ഉണ്ടാവുകയില്ല ഇല്ലാ ലിൽ മുഅ്മിനി മുഅ്മിനിനല്ലാതെ. മുഅ്മിനിന് മാത്രമേ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ, വേറെ ഒരാൾക്കും ഈ ഒരു അവസ്ഥ നമ്മൾ കാണില്ല. അവനെല്ലാം ഖൈറാൻ, അവൻ്റെ കാര്യം അത്ഭുതമാണ്. എന്താണ് സംഭവം? ഇൻ അസാബതുഹു സറാഉ, അവനൊരു സന്തോഷം വന്നാൽ, അസാബ എന്ന് പറഞ്ഞാൽ ബാധിക്കുക, വന്നു ചേരുക എന്നൊക്കെ അർത്ഥം. ഇൻ അസാബതുഹു സറാ, സറാ എന്ന് പറഞ്ഞാൽ സന്തോഷം. എന്തെങ്കിലും സന്തോഷം വന്നാൽ, എന്തൊക്കെ സന്തോഷം? കല്യാണം കഴിഞ്ഞാൽ, കുട്ടികളുണ്ടായാൽ, ബിസിനസ് വിജയിച്ചാൽ, ശമ്പളം കിട്ടിയാൽ, പുതിയ വാഹനം വാങ്ങിയാൽ, പുതിയ വീട് വെച്ചാൽ, മക്കളെ കെട്ടിച്ചാൽ, ഒക്കെ സന്തോഷങ്ങളാണല്ലേ. അങ്ങനെ വല്ല സന്തോഷങ്ങളും അവന് വന്നു ചേർന്നാൽ ശക്കറ, അവൻ ശുക്ർ ചെയ്യും. അൽഹംദുലില്ലാ, അള്ളാഹുവിന് അവൻ ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അത് അവന് ഖൈറായി. ഫകാന അത് ആയി ഖൈറൻ ലഹു, അവനുള്ള ഖൈറായി. അപ്പോൾ ഒരു സന്തോഷം വന്നപ്പോൾ മുഅ്മിന് ഖൈർ. വ ഇൻ അസാബതുഹു, ഇനി അവന് വന്നു പെട്ടാലോ ലറാ, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു സങ്കടം, ആരെങ്കിലും വേർപെട്ടുപോയി, ബിസിനസ് തകർന്നുപോയി, വീട് തകർന്നുപോയി, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, മക്കളാരെങ്കിലും മരിച്ചുപോയി, ഒരുപാട് ദുഃഖങ്ങൾ. അങ്ങനെ ദുഃഖം വരുമ്പോൾ സബറ, അവൻ ക്ഷമിച്ചു. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഖൈറായി മാറി. കണ്ടോ നിങ്ങൾ? അപ്പം മുഅ്മിനിന് സന്തോഷം വന്നാലും സന്താപം വന്നാലും ഖൈറാണ്. സന്തോഷം വന്നാൽ അവൻ ശുക്ർ ചെയ്യും, സന്താപം വന്നാൽ അവൻ സബറ, ക്ഷമിക്കുകയും ചെയ്യും. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. അതാണ് വിശ്വാസിയുടെ അടയാളം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ അനുഭവിക്കുന്നവരാണ്. എന്ത് പ്രതിസന്ധികളുണ്ടായാലും ക്ഷമിക്കുകയും ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യാം. പറയാൻ സുഖമാണ്, പക്ഷേ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴാണ് നമ്മളത് കരുത്തോടുകൂടി, നമുക്കെന്തെങ്കിലും പടച്ചോനെ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ഞാൻ ക്ഷമിക്കും എന്ന് തീരുമാനിക്കും. ഒന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാലേ നമ്മൾ ആദ്യം നമ്മുടെ കരളിൻ്റെ കഷ്ണമായ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്താൽ മതി. ഓർക്കോ നിങ്ങൾ? റസൂലുള്ളാഹിനെ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. നമുക്ക് എന്ത് പ്രയാസം വന്നാലും അതിനേക്കാളും ഇരട്ടി പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ നമ്മുടെ ശരീരത്തെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? റസൂലുള്ളാഹിക്ക് വരാത്ത ദുഃഖമുണ്ടോ? റസൂലുള്ള അനുഭവിക്കാത്ത സങ്കടം എന്തെങ്കിലും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ജനിക്കുന്നതിന് മുമ്പ് ബാപ്പ മരിച്ചുപോയി, യത്തീമായി. നമ്മുടെ കൂട്ടത്തിലെ ചിലരുടെയൊക്കെ ബാപ്പമാർ മരിച്ചിട്ടുണ്ടാകും, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്നാലും കുറേയൊക്കെ നമ്മുടെയൊക്കെ, എൻ്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളിൽ പലരുടെയും ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ പറയൂ കുട്ടികളെ, ആമീൻ പറയൂ. ഇതൊക്കെയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യത്തീമായിട്ട് ജനിച്ചു. വളർന്ന് 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും മരിച്ചു. ആലോചിച്ച് നോക്കും നിങ്ങൾ, തികച്ചും അനാഥ ബാല്യം പോലെ വളർന്നു. 10-25 വയസ്സായപ്പോൾ ഖദീജ ബീവി വിവാഹം കഴിച്ചു. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ഖദീജ ബീവിയുമൊത്തുള്ള ജീവിതം തുടങ്ങുന്നത് തന്നെ പ്രയാസങ്ങളിലാണ്. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു, ഖാസിം, പെട്ടെന്ന് മരിച്ചു.
വീണ്ടും ആൺകുട്ടികൾ ജനിച്ചു. അബ്ദുള്ള ജനിച്ചു, മരിച്ചു. ഇബ്രാഹിം എന്ന മറ്റൊരു മകൻ ജനിച്ചു, ആ കുഞ്ഞും മരിച്ചു. റുഖിയ, ഉമ്മു കുൽസൂം, സൈനബ്, ഫാത്തിമ, 4 പെൺകുട്ടികളാണ്. 4 പെൺകുട്ടികളുടെ ബാപ്പയാണ് റസൂലുള്ളാഹ്. നമുക്ക് ഒന്നിലധികം പെൺകുട്ടികളുണ്ടായാൽ നമുക്ക് സങ്കടമാണ്, അല്ലേ? ഈ 4 പെൺകുട്ടികളിൽ ഫാത്തിമയൊഴികെയുള്ള ബാക്കി 3 പെൺകുട്ടികളും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് തന്നെ മരിച്ചുപോയവരാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വഴിയിൽ എത്തി നിൽക്കുമ്പോൾ 3 കൊല്ലം പട്ടിണി കിടന്നു, മലമുകളിൽ പോയിട്ട് ഉപരോധം ഏർപ്പെടുത്തി ഷെയ്ബ് അബൂ താലിബിൽ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അബൂ താലിബ് മരിച്ചു. വലിയ സങ്കടമായി. 1 ആഴ്ച കഴിയുമ്പോഴേക്കും ഖദീജ ബീവി മരിച്ചു. അബൂ താലിബ് എന്ന രക്ഷിതാവ് മരിച്ചിട്ട് 1 ആഴ്ച കഴിയുമ്പോഴേക്കും തൻ്റെ പ്രിയതമയായ ഖദീജ ബീവിയും മരിച്ചു. ഞെട്ടറ്റു വീണതുപോലെ ഹബീബ് തളർന്നുപോയി. ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രത്തിൽ പേര് വന്നു. ദുഃഖവർഷം എന്ന് ചരിത്രം ആ ഒരു കൊല്ലത്തെ വിളിച്ചു. അബൂലഹബിൻ്റെ 2 മക്കള് റുഖിയാനെയും ഉമ്മു കുൽസൂമിനെയും, മക്കൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് റുഖിയാനെയും ഉമ്മു കുൽസൂമിനെയും തലാക്ക് ചൊല്ലി. എന്തൊക്കെ ദുഃഖങ്ങൾ, എന്തൊക്കെ വിഷമങ്ങൾ. റസൂലുള്ളാഹിന്റെ ദുഃഖം നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സഹിച്ച നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്ത് നമ്മൾ ക്ഷമയുള്ളവരായി മാറണം. നമ്മൾ വേഗം ഇനി അർത്ഥത്തിലേക്ക് വരിക, വാക്കുകളിലേക്ക് വരിക. നോക്കൂ, നിങ്ങൾ പറഞ്ഞു പോയാൽ അങ്ങനെ നീണ്ടു പറഞ്ഞു പോകും, സമയം വളരെ പരിമിതല്ലേ. സബിയുൻ, ഒന്നാമത്തെ വാക്ക് നോക്കൂ, സബിയുൻ. അതിൻ്റെ ജമ്മാണ് സിബിയാൻ, കുട്ടി. ബവ്വാബുൻ, പാറാവുകാരൻ. ബവ്വാബൂന അതിൻ്റെ ജമ്മാണ്. സ്വദുമത്തുൻ, ആദ്യഘട്ടത്തിനാണ് സ്വദുമത്ത് എന്ന് പറയാം. ജമ്മ സ്വദമാത്തുൻ, സിദാമുൻ, 2 ജമ്മുണ്ട്. ഇനിയും ധാരാളം ജമ്മുകൾ ഉണ്ടാകാം. നിങ്ങളുടെ കയ്യിൽ ഡിക്ഷണറി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഉറപ്പുവരുത്തണം. ഇബ്തലാ യബ്തലി, ഇബ്തിലാ പരീക്ഷിച്ചു എന്നർത്ഥം. ഇബ്തിലാ പരീക്ഷിക്കുക. ബാലാ യുബാലി, തുബാലി എന്ന് വന്നല്ലോ, ബാധിക്കുക എന്നർത്ഥം. അവ്വല യുഅവ്വിളു, പകരം നൽകുക എന്നർത്ഥം. അവ്വല യുഅവ്വിളു, സ്വർഗം പകരം നൽകുക. ഖാലത്ത യുഖാലിത്തു, കൂടിക്കലരുക. ഖാലത്തന്നാസ, ജനങ്ങളോട് കൂടിക്കലർന്നു. അദൻ, അതാ, ബുദ്ധിമുട്ട്. അദിയ യഅദാ, അദൻ എന്നാണ്. അദിയ, ബുദ്ധിമുട്ടിച്ചു. യഅദാ, അദൻ, അദിയത്തൻ, 2 മസ്ദറാണ്. ബുദ്ധിമുട്ടിക്കുക. അദിയ റജുലു എന്ന് പറയാം, ബുദ്ധിമുട്ടിച്ചു എന്നർത്ഥത്തിൽ. അസാബ യുസീബു, ബാധിക്കുക. അസാബത്തുഹു മുസീബത്തുൻ, ഒരു മുസീബത്ത് അവനെ ബാധിച്ചു എന്നർത്ഥം. അസ്സറാ, സന്തോഷം. അല്ലറാ, പ്രയാസം. ഇത്രയും വാക്കുകളാണ് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. എല്ലാം വളരെ വ്യക്തമാണ്. സൽസ്വഭാവ സമ്പന്നരായി ക്ഷമ ജീവിതത്തിൽ കൈമുതലാക്കി മുന്നോട്ട് പോവുക. വിരൽ വായിൽ വെച്ച് കടിച്ചാലുണ്ടാകുന്ന വേദന വന്നാലും വെച്ച് സഹിച്ച് കടിച്ചു കഴിയുന്നവരാണ് ക്ഷമയുടെയും വിജയത്തിൻ്റെയും ആളുകളെന്ന് അൻതറത്തുബ്നു ഷദ്ദാദ് പറഞ്ഞതുപോലെ നമ്മൾ വിജയിച്ച് മുന്നേറുക, ക്ഷമയുള്ളവരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.